ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാനാവും. നല്ല ടേസ്റ്റി യമ്മി സോഫ്റ്റ്. നോക്കിക്കേ എത്ര സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ്. അതിൻ്റെ കൂടെ നല്ല ഹോം മെയ്ഡ് മയോനൈസും. പോകാം റെസിപ്പിയിലോട്ട്. ഒരു ബൗളിലോട്ടേക്ക് ഒരു 4 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ചിക്കൻ മസാലയോ ഗരം മസാലയോ എന്താണുള്ളത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ നമ്മുടെ ലൈമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു ഫുൾ ലൈം ചേർത്ത് കൊടുത്തിന്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ചിക്കൻ നന്നായി വാഷാക്കി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഫുള്ളായിട്ട് നമുക്കതിൽ ലൈൻ വരച്ചു കൊടുക്കാം. മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ലൈൻ വരച്ചു കൊടുക്കുക ചിക്കനിൽ. നമ്മൾ തയ്യാറാക്കിയ മസാലകളില്ലേ, പൊടി, അതെല്ലാം കൂടി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. മസാലയിലോട്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്തത്. തയ്യാറാക്കി വെച്ച മസാല നന്നായി വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് കറക്റ്റ് ഉണ്ടോ നോക്കണേ. കുറച്ചധികം വേണം എല്ലാം. നമ്മൾ ആ ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിക്കുമ്പോഴേക്ക് കുറച്ചത് ലൈറ്റ് ആവൂലേ, അതുകൊണ്ട് കുറച്ചധികം കൂടുതൽ വേണം. എന്നിട്ട് നമ്മുടെ ചിക്കനിലോട്ട് നന്നായി മസാല എല്ലാം മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കാം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മസാല മാത്രം ചേർത്തിട്ടുള്ള ചിക്കനാണ്. മുമ്പ് ഞാൻ ഇതുപോലൊരു ഫുൾ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അത് പക്ഷേ മല്ലിയിലയും പുതിനയിലയും എല്ലാം ചേർത്തതാണ്. അതെല്ലാം അരച്ചിട്ടാണ് ചേർക്കുന്നത്. അതിൽ മല്ലിയും മുളകും എല്ലാം അരച്ച് ചേർത്തതാണ്. ഇതങ്ങനെയൊന്നുമല്ല. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിലോട്ട് ഞാൻ വിനാഗിരി ചേർത്തിട്ടില്ല. തൈരിൻ്റെതും ലൈമിൻ്റെതും പുളി മാത്രമാണ് ഉള്ളത്. പിന്നെ പച്ചമുളകൊന്നും അരച്ച് ചേർത്തിട്ടില്ല. മുളക് പൊടി മാത്രമാണ് ചേർത്തത്. കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയും മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കണേ. ഇത് പാർട്ട് 1 വീഡിയോസാണ്. നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാനലിലുണ്ട്. പ്ലീസ് വാച്ച്. ഇനി നമുക്ക് ചിക്കന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു 5 to 6 hours ശേഷം എടുത്ത് ഫ്രൈ ചെയ്യാം. പ്ലീസ് വാച്ച് പാർട്ട് 2 വീഡിയോസ്. ചേർത്ത് 5 to 6 hours ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതിനുശേഷം ഒരു കുക്കറിലേക്ക് വെച്ച് നമുക്ക് ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം. മെല്ലെ കട്ടാവാതെ വേണം ചിക്കന് കുക്കറിലോട്ട് വെക്കാൻ. വിസിലിടേണ്ട ആവശ്യമില്ല. കുക്കറിൽ ലോ ഫ്ലെയിമിൽ ഒരു 1/2 hour വേവിച്ചെടുക്കാം. ഓൾറെഡി നമ്മൾ മസാലയ്ക്ക് വേണ്ടി ചേർത്ത വെള്ളമാണ് ഇത്. അതുതന്നെ മതിയാവും ചിക്കൻ വേവിച്ചെടുക്കാൻ. ഇടയ്ക്കൊന്ന് നോക്കണേ ചിക്കൻ നന്നായി ബോയിലായിനോന്ന്. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കാം. ഒരു 1/2 hour മതിയാവും ചിക്കൻ ബോയിലായി കിട്ടാൻ. നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായി സോഫ്റ്റായി ബോയിലായി കിട്ടിയിട്ടുണ്ട്. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ജാസ്തിയായിട്ട് ചിക്കനെ ഫ്രൈ ചെയ്യുന്നില്ല, ഡീപ്പ് ഫ്രൈ ആക്കുന്നില്ല. എനിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് ഇഷ്ടം. സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി വെച്ചാൽ ഡീപ്പ് ഫ്രൈ ആയി കിട്ടും. ഡീപ്പ് ഫ്രൈ ആക്കിയാലും ജ്യൂസി ഫ്രൈ ആക്കിയാലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ മസാലയ്ക്ക്. നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ മസാലയെല്ലാം നന്നായി ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ച ചിക്കനാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് പൊരിച്ചെടുക്കുക. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. എനിക്ക് ഇതുപോലത്തെ ചിക്കനാണ് ഇഷ്ടം. ഇനി നമുക്ക് ഹോം മെയ്ഡ് മയോനൈസ് തയ്യാറാക്കാം. വേവിച്ച മുട്ടയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും വിനാഗിരിയും കൂടി ചേർത്ത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഓർഗാനോ ചേർത്തിന്. നിങ്ങൾക്കത് അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് എണ്ണയും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി നമ്മുടെ സൂപ്പർ ചിക്കൻ എടുത്ത് സെർവ് ചെയ്യാം. നമ്മുടെ ജ്യൂസി സോഫ്റ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ച ഒനിയനും കൂടി ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തിന്. ഇനി നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് മയോനൈസ് ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ.
നമ്മുടെ സൂപ്പർ ചിക്കനും നമ്മളെ ഹെൽത്തി മയോണൈസ് റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. നല്ല ഹെൽത്തിയാണ്. ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ദോശേൻ്റെ കൂടെയോ അതോ വെറും ചിക്കനോ അപ്പത്തിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നന്നായി ബോയിലായിട്ട് വന്നിട്ടുണ്ട്. നല്ല ജ്യൂസി ചിക്കനാണ്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ചിക്കനാണ്. ഇതുപോലെ എന്തായാലും ട്രൈ ആക്കി നോക്കണേ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇത് ഒരു പ്രാവശ്യം ആക്കി കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും റെസ്റ്റോറൻറ്റിലത്തെ ചിക്കൻ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കത്തില്ല. അത്ര ടേസ്റ്റാണ്.